ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ജി രത്നകുമാർ, സംസ്ഥാന കാർഷിക വികസന ബാങ്കിന്റെ പ്രസിഡന്റും നമ്മുടെ പ്രിയപ്പെട്ട നേതാവുമായ ശ്രീ സോളമൻ ചേട്ടൻ, UDFന്റെ പാറശാല നിയോജക മണ്ഡലം ചെയർമാൻ, വെള്ളറട മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ എം രാജ്മോഹൻ, കിളിയൂർ മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ SR അശോക്, മുസ്ലിം ലീഗിന്റെ മുൻ പ്രസിഡന്റ് ശ്രീ ഷഹാസാൻ, ബ്ലോക്ക് മെമ്പറും ബ്ലോക്ക് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ തിളക്കമാർന്ന ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം. ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ നടക്കും. അതിന് ആരാധ്യനായ സ്വാഗതം പറയുകയാണ് എന്റെ കർത്തവ്യം. ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രീ രത്നകുമാർ നമ്മുടെ മുൻ മണ്ഡല പ്രസിഡന്റാണ്. ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനും ഈ തെരഞ്ഞെടുപ്പിന്റെ മൊത്തം സ്ഥാനാർത്ഥി നിർണയം തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും സജീവമായി ഇടപെട്ട് എല്ലാ മെറ്റീരിയലും അടിച്ച് അതിന്റെ എല്ലാ മുന്നൊരുക്കങ്ങളും ഒരുക്കാൻ അദ്ദേഹം വളരെ മുന്നിട്ട് നമ്മളൊപ്പം ഉണ്ടായിരുന്നു. ആദ്യം അദ്ദേഹത്തെ വളരെ ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതമാണ്. അടുത്തതായി പ്രിയങ്കരനായ നമ്മുടെ സംസ്ഥാന കാർഷിക വികസന ബാങ്കിന്റെ പ്രസിഡന്റും നമ്മുടെ വെള്ളറടയിലെ കോൺഗ്രസിന്റെ എല്ലാ കാര്യത്തിലും നമ്മുടെ ഇടപെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ സോളമൻ ചേട്ടനെയാണ്. അദ്ദേഹത്തെയും വളരെ ബഹുമാന അവസരം ഈ വേദിയിലേക്ക് സ്വാഗതം. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ട പാറശാല നിയോജക മണ്ഡലം UDF കൺവീനറും മുൻ മണ്ഡലം പ്രസിഡന്റും ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കോർഡിനേറ്ററുമായ ശ്രീ K ദസ്തഗിറാണ്. അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം. അടുത്തതായി മിൽമ ഫെഡറേഷൻ അംഗവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ അഡ്വക്കേറ്റ് ഗിരീഷ് കുമാർ ആണ്. അദ്ദേഹത്തെയും സ്വാഗതം. അടുത്തതായി സ്വാഗതം മുസ്ലിം ലീഗിന്റെ ഷഹാസാനാണ്. അദ്ദേഹത്തെയും സ്വാഗതം ആശംസിക്കുകയാണ്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ ശ്രീ SR അശോക്, ശ്രീ രാജ്മോഹൻ, അവരെയും സ്വാഗതം. മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ മണ്ണാത്തി ബാലോട്ടിനെ സ്വാഗതം ആശംസിക്കുന്നു. മോണലി ശാലിയും സ്വാഗതം ആശംസിക്കുന്നു. എന്റെ സ്വാഗത പ്രസംഗം അവസാനിക്കുന്നു. നന്ദി. ചിലവിൽ കട്ട് മുടിക്കാൻ മന്ത്രിയും MLA ആയി കുബേരർ മാർക്ക് ദാനവും സ്വർണ്ണക്കടത്തും തൊഴിലാക്കി കുന്ന് നിരത്തി പാർക്ക് പണിത അൻവർ മുതലാളി MLA ആയി മാനവ ജീവനും വിലയില്ല ഇവിടെ. വോട്ട് കൊണ്ടെങ്കിലും പ്രതിഷേധം വേണ്ടേ? ചിഹ്നത്തിൽ നൽകണം ഒരു വോട്ട്. ഉണരണം, നമ്മൾ ഉണരണം. അധ്യക്ഷൻ മുൻ മണ്ഡല കോൺഗ്രസ് നിയോജകമണ്ഡലം UDFന്റെ ചെയർമാൻ ശ്രീ ദസ്തഗീർ, ശ്രീ എൽമയുടെ ഡയറക്ടർ ബോർഡ് മെമ്പർ ഗിരീശൻ, സ്റ്റാൻലി, ലീഗിന്റെ ഷാഫി, അതിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ SR അശോകൻ, രാജ്മോഹൻ, സ്വാഗതം പറഞ്ഞ സാബു, സ്ഥാനവത്ത്, അതേപോലെ കുറ്റിപ്പാറ ജോസ്, വേദിയിലിരിക്കുന്ന എല്ലാ നേതാക്കന്മാരെയും സഹപ്രവർത്തന സുഹൃത്തുക്കളെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിസംബർ 8-ാം തീയതി നടക്കുന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ ഈ മണ്ഡലത്തിലെ വെള്ളറ മണ്ഡലത്തിലെ ഒരുക്കങ്ങൾ
ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയാണ് ഇന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് സജീവമായി നാളെ മുതൽ പ്രവർത്തനമായി മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഓഫീസിൻ്റെ ഉദ്ഘാടനം ഇന്നിവിടെ വെച്ചെടുക്കുന്നത്. പ്രധാനപ്പെട്ട ഓഫീസ് നമുക്ക് വേണം. ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. ഏറ്റവും നല്ലൊരു മണ്ഡലം, തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയൊരു മണ്ഡലമാണ് വെള്ളാട്ട മണ്ഡലം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പഞ്ചായത്തുകളിൽ വെള്ളാട്ട പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയുമാണ് തെക്കൻ കേരളത്തിലെ ഏറ്റവും സജീവമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മണ്ഡലങ്ങൾ. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം, ജയിച്ചേ പറ്റും. ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണം. നമ്മുടെ പാർട്ടിയുടെ സ്ട്രെങ്ത് നോക്കിയാൽ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് നിറവോടുകൂടി എപ്പോഴും നിൽക്കുന്ന ഒരു മണ്ഡലമാണ് വെള്ളാട്ട മണ്ഡലം കമ്മിറ്റി എന്ന് പറയുന്നതിന് സംശയം. നമ്മുടെ കൂടെ നിന്ന നിരവധി നേതാക്കന്മാർ നമ്മളെ വിട്ടുപോയി, വളരെ ചെറുപ്പകാലത്ത് നമ്മളെ വിട്ടുപോവുകയും മാത്രമല്ല അവരൊക്കെ വളരെ ശക്തമായി ഇന്ത്യൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുള്ള നേതാക്കന്മാരാണ്. ഇപ്പോഴും ഒരു പോറൽ പോലും വെക്കാതെ ഏറ്റവും അധികം സജീവമായി നിന്നുകൊണ്ട് വെള്ളാട്ട മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അതിൻ്റെ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഘടനാ പ്രവർത്തനത്തിൽ വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലമാണ് വെള്ളാട്ട മണ്ഡലം കമ്മിറ്റി എന്നുള്ള കാര്യത്തിൽ സംശയം. ഈ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്താണ്. വളരെയധികം പ്രഗത്ഭന്മാർ പഞ്ചായത്ത് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. പഞ്ചായത്ത് കമ്മിറ്റികൾക്ക് നേതൃത്വം സ്ഥലമാണ്. വികസന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും മുൻതൂക്കം കൊടുത്തുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിവുള്ള നേതാക്കന്മാരും പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഭരിച്ച ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഭരിച്ച മണ്ഡലമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇടയ്ക്ക് ഒരു കാലത്ത് ഇടയ്ക്ക് ഒരു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ഒരു സീറ്റിന് മാത്രം ആണ് നമ്മുടെ ഭരണം നഷ്ടപ്പെട്ടത്. അതിനു മുമ്പൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രീമതി സുഗന്ധി കഴിഞ്ഞാൽ ഇടയ്ക്കൊരു പ്രാവശ്യം പഞ്ചായത്ത് നമുക്ക് അപ്പോൾ നഷ്ടപ്പെട്ടിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ അശോകൻ, അതേപോലെ അശോകൻ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റായി നിന്നത്. ഏതായാലും അതൊക്കെ ആ പാരമ്പര്യം വെച്ചുകൊണ്ട് ഈ പ്രാവശ്യം നമുക്ക് ഈ പഞ്ചായത്ത് നിഷ്പ്രയാസം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പിടിച്ചടക്കാൻ കഴിയുമ്പോൾ 21 സീറ്റുണ്ട്, 3 ബ്ലോക്ക് പഞ്ചായത്തിന്റെ 23 സീറ്റുണ്ട്, 3 ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ജില്ലാ പഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ച് പോകുന്നു. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഊർജ്ജസ്വലമായ പ്രവർത്തനത്തിൽ പോയാൽ തീർച്ചയായും നമുക്ക് കഴിഞ്ഞ കാലത്തൊക്കെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടി സ്ഥാനാർത്ഥി നിർണയത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി നിർണയിച്ചതൊക്കെ വലിയ പോർമലും തെറ്റുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നെയ്യാറ്റിൻകര താലൂക്കിൽ മികച്ച പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി കഴിഞ്ഞ ദിവസം നമുക്ക് നഷ്ടപ്പെട്ടത്, പല പഞ്ചായത്തുകളും നമുക്ക് നഷ്ടപ്പെട്ടത്. പക്ഷേ ഈ പ്രാവശ്യത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് യോജിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുകൂലമായ സാഹചര്യം. ഇത് വളരെയധികം റിബൽ എപ്പോഴും നമുക്ക് റിബൽ ഉണ്ടാകാറുണ്ട്. ഈ പ്രാവശ്യം റിബൽ വളരെ കുറവാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം റിബൽ. നമുക്ക് യോജിച്ച ഒറ്റക്കെട്ടായി നിന്നാൽ ഈ പ്രാവശ്യം ഈ പഞ്ചായത്ത് നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ 5 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യത്തിനാണ് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായ ഐക്യ ജനാധിപത്യത്തിന് സമർത്ഥനം ചെയ്തുകൊണ്ട് ഇവിടുത്തെ അഴിമതി ചൂണ്ടിക്കാണിച്ച്, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് വികസന പ്രവർത്തനങ്ങളിലെ പോരായ്മ ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജില്ലയിലല്ല കേരളത്തിൽ തന്നെ ആകർഷിക്കത്തക്ക UDF സമരം ചെയ്ത ഒരു പഞ്ചായത്താണ് വെള്ളാട്ട പഞ്ചായത്ത് എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുകയാണ്. ജനങ്ങളുടെ മനസ്സിലുണ്ടാകും. ജനങ്ങളുടെ ആഗ്രഹത്തിന് നിറവേറ്റുന്ന ഒരു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണസാരഥ്യം നിറവേറ്റുന്ന ഒരു പഞ്ചായത്ത് ഇവിടെ വരണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. 3 ബ്ലോക്ക് പഞ്ചായത്തുണ്ട്. ആ 3 ബ്ലോക്ക് പഞ്ചായത്തുകൾ നമ്മൾ വിജയിക്കണം.
അതേപോലെ ജില്ലാ പഞ്ചായത്തിൽ നിൽക്കുന്ന ജില്ലാ റസൽ നിൽക്കുന്നുണ്ട്. ഈ മണ്ഡല പഞ്ചായത്തിൽ വോട്ടിന്റെ ഭൂരിപക്ഷം കൂട്ടുവാൻ വേണ്ടി ഞങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണങ്ങൾ ഉണ്ടാകണം. അങ്ങനെ സംഘടനാ പ്രവർത്തനം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തെക്കൻ കേരളത്തിലെ എല്ലാ പഞ്ചായത്തിൽ ഫലം ഡിസംബർ മാസം 15 പ്രസിദ്ധീകരിക്കുന്നില്ല. ഏറ്റവും വലിയൊരു വിജയം ആയി തെക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട പഞ്ചായത്തുകളിൽ നമുക്ക് തീർക്കാൻ കഴിയാം എന്നാണ് എനിക്ക് ഈ സദസ്സിനോട് നമുക്ക് രാഷ്ട്രീയമായി വളരെയധികം ആനുകൂലമായ സാഹചര്യമാണെന്നുള്ള കാര്യം നമുക്കറിയാം. വളരെ രാഷ്ട്രീയ പ്രസംഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. മറ്റൊരു കമ്മിറ്റി കൂടെ ഉള്ളതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് പോകണമെന്ന് ഉള്ളതുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം, ആ മുന്നണി ഭരണത്തിന്റെ അതേ മാതൃക തന്നെ ഇപ്പോൾ നിലവിലുള്ള പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം കൊണ്ടുപോകുന്നത്. അഴിമതിയുടെ ഭരണം, അക്രമത്തിന്റെ ഭരണം, ഗുണ്ടായുസത്തിന്റെ ഭരണം, വികസനമില്ല. ജനങ്ങൾക്ക് ജനോപകാരപ്രദമായ ഒരു കാര്യങ്ങളും നടപ്പിലാക്കുന്ന സർക്കാരാണെന്നുള്ള കാര്യം നമുക്ക് സംശയമില്ല. അഴിമതികൾ ചൂണ്ടിക്കാണിച്ചാൽ അഴിമതി ചൂണ്ടിക്കാണിക്കുന്നവരെ തകർക്കുവാൻ വേണ്ടിയുള്ള ഭരണ സാന്നിധ്യം ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്ന അഴിമതി നിരവധി പ്രാവശ്യം നിങ്ങൾക്കതൊക്കെ നിരവധി പ്രസംഗങ്ങളിൽ നമ്മുടെ നേതാക്കന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. നമ്മുടെ നേതാക്കന്മാർ ദൈനംദിന പത്രസമ്മേളനങ്ങൾ നടത്തുകയാണ്. നടത്തി ഈ അഴിമതികൾ തെളിയിച്ചപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്കും അതേപോലെ സഹമന്ത്രിമാർക്കും ഒന്നും പറയാനില്ല. നമ്മൾ സ്വർണ്ണക്കടത്ത് മുതൽ ഇങ്ങോട്ട് നിരവധി സംഭവങ്ങൾ, അഴിമതി സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നമ്മുടെ പ്രതിപക്ഷ നേതാവ് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിനെ എല്ലാവരും ഈ നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ മാധ്യമങ്ങളിൽ പരിഹാസപ്പെടുത്തിക്കൊണ്ട് ഇയാൾക്കെന്താ ഭ്രാന്താണ് പ്രതിപക്ഷ നേതാവിന്, അദ്ദേഹം കാര്യങ്ങൾ അറിയാതെ സംസാരിക്കുന്നു എന്ന് വളരെ മോശമായി പ്രാരംഭ കാലഘട്ടത്തിൽ